ഗൈസ് മല്ലുട്ടേക്കാണ് ഈ ഒരു ന്യൂസ്. ഇതിന്റെ തീവ്രത എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. ന്യൂസ് എന്ന് വെച്ചാൽ മഹാരാഷ്ട്രയിൽ നിർബന്ധിത മതപരിവർത്തനം, മലയാളി വൈദികനും ഭാര്യയും അറസ്റ്റിൽ നിന്നാണ് ഉള്ളത്. ഓക്കെ. ഇതിന്റെ ഒരു ഇഷ്യൂ എന്താന്ന് വെച്ചാല്, ഇപ്പൊ ഞാനൊക്കെ ഒരു എന്താ പറയാ 5ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിൽ ഒക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ വീടിൻ്റെ അടുത്തൊരു ഹിന്ദു ഫാമിലി ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ എന്താ പറയാ ഒരു കുറച്ച് പാവപ്പെട്ട ഫാമിലി ആയിരുന്നു കേട്ടോ. ആ ഒരു ടൈമിൽ അവിടെ കുറച്ച് ക്രിസ്ത്യൻസ് വന്നിട്ട് ഓരെന്ത് ചെയ്തതെന്ന് വെച്ചാൽ ഇവരോട് പറഞ്ഞു, ഞങ്ങൾ എനിക്ക് പൈസ തരാം, കുട്ടികളെ വിദ്യാഭ്യാസമൊക്കെ നോക്കാം, എനിക്കും മാസം മാസം പള്ളിയിൽ നിന്ന് കുറച്ച് പൈസ കിട്ടും, പിന്നെ കുട്ടികൾക്കുള്ള ടോയ്സ് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കിട്ടും, പള്ളിയിൽ നിന്ന് കുറച്ച് എന്താ പറയുക സഹായങ്ങളൊക്കെ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ഓരെന്ത് ചെയ്തു, ഇവരെ ഇതാക്കി, ക്രിസ്ത്യൻസ് ആക്കി. അതിനുശേഷം ഈ ഹിന്ദുസിനെ, അതിനുശേഷം ഇവര് ഈ പറഞ്ഞ പോലെ എന്താ പറയാ ഒരു ക്രിസ്ത്യൻ ലൈഫ് സ്റ്റൈലാണ് ഇവര് ഫുള്ള് ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. ഇവര് പള്ളിയിൽ പോവുക, അങ്ങനത്തെ എല്ലാ വിശേഷ ദിവസങ്ങളും പള്ളിയിൽ പോവുക, പ്രാർത്ഥിക്കുക, അങ്ങനെയുള്ള ആൾക്കാരെന്ന് പറയും. അത് ഹിന്ദുസിനെ കൺവേർട്ട് ആക്കി ക്രിസ്ത്യൻസ് ആക്കി വരും. അതുപോലെ തന്നെ ഇത് ഞാൻ അന്ന് ഞാൻ എൻ്റെ ഒരു 5ാം ക്ലാസ്സിൽ 6ാം ക്ലാസ്സിൽ പഠിച്ച സമയത്ത് കണ്ട് എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യമാണ് കേട്ടോ. ഇതിന് പുറമെ നമ്മൾ മറ്റേ മാധവന്റെ ഒരു എന്താ ബോക്സിംഗ് കോച്ചായിട്ടുള്ളൊരു ഫിലിമുണ്ട്. ആ ഫിലിമിൽ പറയുന്നുണ്ട്, അതിലൊരാള് ക്രിസ്ത്യൻ ആയി കഴിഞ്ഞാൽ 10 ലക്ഷം രൂപ കിട്ടും, അതുകൊണ്ട് അവൻ ക്രിസ്ത്യനായി എന്ന് പറയുന്നൊരു ബാഗാസ് ഫിലിമിലുണ്ട്. അങ്ങനെ ഈ ക്രിസ്ത്യൻ ഫാമിലീസ് അല്ലെങ്കിൽ ഒരു മതം ഒരുപാട് പേരെ ഇങ്ങനെ നിർബന്ധിതമായിട്ട് അല്ലെങ്കിൽ ഓരോ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് പൈസ തരാമെന്നൊക്കെ പറഞ്ഞിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഈ ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ മതത്തിന് വേണ്ടി ആൾക്കാരെ കൂട്ടുന്നുണ്ട് ഇന്ത്യയിലും. പുറത്ത് അത് കുറവാണ്, പക്ഷെ ഇന്ത്യയിലാണ് ഇവർ മെയിനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് വളരെയധികം ഡേഞ്ചർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലോട്ട് ഒരാളെ കൺവേർട്ട് ചെയ്യുക, പൈസ കൊടുത്ത് കൺവേർട്ട് ആക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും ശരിയായ കാര്യമല്ല. ഈ ഇന്ത്യ ഗവൺമെന്റ് ഇതിനെതിരെ വളരെ ശക്തമായ ഒരു ആക്ഷൻ എടുക്കണം എന്നാണ് ഞാൻ പറയണത്. കാരണം ഇതൊരിക്കലും നല്ലൊരു കാര്യമല്ല. പൈസ കൊടുത്തു കഴിഞ്ഞാൽ ആരും പറയാ ഞങ്ങൾ സ്വയം കൺവേർട്ട് ചെയ്തതാണ്, നിർബന്ധിച്ചിട്ടില്ലെന്ന് പറയുള്ളൂ. ഓക്കെ. ഇത് ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ ഇതിന്റെ പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അവിടെയുള്ള വില്ലേജുകളിലും പാവപ്പെട്ട കുടുംബങ്ങളിലും വീടുകളിലൊക്കെ പോയിട്ട് ഇവർ പൈസ ഓഫർ ചെയ്തിട്ടാണ് ഇവർ കൺവേർട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ എന്താ പറയുക BJP ബജ്രംഗ് ദളിന് RSSന്റെ ആൾക്കാർ ഈ ക്രിസ്ത്യൻസിനെ ഒരുപാട് ആക്രമിക്കുന്നത് നോർത്ത് സൈഡിലൊക്കെ. ഓക്കെ. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ചാനൽ ഇഷ്ടപ്പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.